ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ആഗസ്റ്റ് 2. അപ്പോൾ ഇന്ന് വേണ്ട മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒന്ന് ചെറുതായിട്ട് പെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോഴഞ്ചേരിയിലെയൊക്കെ വെള്ളത്തിൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ റോഡിലേതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആറ്റിൽ കുറച്ച് കുറവുണ്ട് വെള്ളം, പക്ഷെങ്കിൽ നല്ല ഒഴുക്കാണ് കേട്ടോ. ഇന്നലത്തെ പോണക്ക് തന്നെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. അപ്പം ഇന്നലെ ഏതാണ്ട് നമ്മൾ ആ വീടൊക്കെ മുങ്ങിയത് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഏതായാലും 1 ഇഞ്ചോളം കുറഞ്ഞ് താണ നിൽപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഷെയ്ഡിൻ്റെ ഭാഗമൊക്കെ മുങ്ങാറായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെയൊക്കെ അവസ്ഥകളൊക്കെ കണ്ടോ. ഇതാണ് ആറ്റിലെ സ്ഥിതി കേട്ടോ. ഇന്നലെ ഇവിടെയൊക്കെ കണ്ടോ, ഭയങ്കര ആളായിരുന്നു വെള്ളം വരുന്നതൊക്കെ കാണാനായിട്ട്. നല്ല ആളൊക്കെ ആയിരുന്നു. ഇന്ന് അധികം പേരെ വിടുന്നില്ല. അപ്പം നമ്മളിതേണ്ട രാവിലെ ചെന്നപ്പോൾ ഒരു മഴ പെയ്തു കേട്ടോ. നല്ലൊരു മഴ പെയ്തു. പിന്നെ എപ്പോഴും ഇരുണ്ട് മൂടിയ കാലാവസ്ഥയാണെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും പെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് വലിയ മഴ പെയ്തിട്ടില്ല. പക്ഷെ കുറേ സ്ഥലങ്ങളൊക്കെ കയറിയ വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇതേണ്ടത് കണ്ടോ, നല്ല ഒഴുക്കും നല്ല വരവും ഉണ്ട്. വെള്ളത്തിൻ്റെ വരവൊക്കെ നല്ല ശക്തി തന്നെയുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് ശാന്തമായാൽ മതിയെന്നുള്ള അവസ്ഥയാണിപ്പം കേട്ടോ. കാരണം നമുക്കൊക്കെ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോൾ ഒരു രസമൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് ഒത്തിരി പേര്, നമ്മളിപ്പോൾ TV തുറന്നാലും ഫോൺ തുറന്നാലും എത്രയോ പേരുടെ ഒറ്റ ദിവസം കൊണ്ട് എത്ര ലക്ഷങ്ങളാണ് അവർക്ക് നഷ്ടമായത്. ഓരോരുത്തരുടെ കരച്ചിലും ഇനി അവരുടെ ഒരു ജന്മത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒറ്റ ദിവസം കൊണ്ടെല്ലാം നഷ്ടമായത്. അപ്പം ഇനി ഇതൊന്ന് ശാന്തമായാൽ മതിയായിരുന്നു, മഴ ശക്തി പ്രാപിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഇനിയിപ്പം വെള്ളം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഴജന്തുക്കളൊക്കെ കയറി വരാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പാമ്പിനെയൊക്കെ ഇങ്ങനെ തോട്ടിൽ നിന്നൊക്കെ കയറി വരുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകൾ, കോഴഞ്ചേരി പാലത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പം എല്ലാവരും രാവിലെ ഓരോരുത്തരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ, എങ്ങനെയാണ് അവസ്ഥകളെന്നൊക്കെ. ഇതൊക്കെ കടകളിലും ഒക്കെ വെള്ളം കയറി കിടന്നതാണ് കേട്ടോ. പാലത്തിനോട് ആറിനോട് ചേർന്നുള്ള വീടുകളും ഒക്കെയാണ് കേട്ടോ ഇപ്പം ഈ വെള്ളം മുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ശ്രീകേശവൻ്റെ ഭാഗമൊക്കെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും കൂടുതലും പ്രവാസികളായിരിക്കും ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ സങ്കടപ്പെടുന്നത്, നാട്ടിൽ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുകയാണ്, ആരും ഒന്നും പ്രയാസപ്പെടേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വേണ്ടത് നമ്മുടെ കോഴഞ്ചേരിയിലെ പുതിയ പാലം കേട്ടോ. പുതിയ പാലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ കോഴഞ്ചേരിയിലെ പുതിയ പാലത്തിൻ്റെ പണി നടന്നിട്ട് ഈ രീതിയിലാണ് കേട്ടോ പാലം. ഇതാണ് പാലം, മറ്റേതാണ് അക്കരെ കാണുന്നതാണ് പഴയ പാലം കേട്ടോ. അപ്പം അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത്. അവിടൊക്കെ ആ പാലത്തിലൊക്കെ അവിടെ നോക്കുമ്പോൾ ഇത്രയും വരും. അന്നേരം ഇതൊക്കെ എല്ലാം ഈ പാലും പഴയ പാലായി പൊളിച്ചിട്ട് ഇത് നമ്മുടെ കോഴഞ്ചേരി വള്ളപ്പുരയുടെ ഭാഗമാണ് കേട്ടോ. വള്ളപ്പുരയുടെ ഭാഗം എല്ലാം വെള്ളം കയറി കിടക്കുവാണ്.
അപ്പോൾ ഇതാണ് കോഴഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ. വണ്ടികളെല്ലാം കൂട്ടിയിട്ടിട്ട് എല്ലാവരും നിൽക്കുക കേട്ടോ. കാരണം വണ്ടിയൊന്നും വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ സ്റ്റാൻഡിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വെള്ളമൊക്കെ റോഡിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ബൈ.